കൊടുങ്ങല്ലൂരിൽ യുവാവിന് നേരെ അതിക്രൂരമായ ആക്രമണം അരങ്ങേറി. ആലപ്പുഴ തുറൂർ സ്വദേശി സുദർശനന്റെ ജനനേന്ദ്രിയം മുറിക്കുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. ആക്രമിച്ചവരെക്കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. സൂരജ് സജി കൂടുതൽ അപ്ഡേറ്റുമായി ചേരുന്നു തൃശൂരിൽ നിന്ന്. പറയൂ സൂരജ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കൊടുങ്ങല്ലൂരിൽ പരിക്കേറ്റ നിലയിൽ യുവാവിനെ കണ്ടെത്തുന്നത്. പിന്നീട് പോലീസിന് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഔദ്യോഗികമായി തന്നെ യുവാവിനെ കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണമൊക്കെ പോലീസ് ആരംഭിച്ചു. ഇതിനിടയിൽ ചില സൂചനകൾ ലഭിച്ചു. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സുദർശനാണ് പരിക്കേറ്റത് എന്ന് കണ്ടെത്തുന്നത്. പക്ഷേ അതിനോടകം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സുദർശന്റെ നില മോശമാവുകയായിരുന്നു. ഈ ജനനേന്ദ്രിയത്തിലടക്കം ഈ ആക്രമിച്ചവർ പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ ആവുകയും ഈ ജനനേന്ദ്രിയം തന്നെ മുറിച്ചു മാറ്റി. അതോടൊപ്പം തന്നെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തിയും തീർത്തും നഷ്ടമായി. ഇതോടുകൂടി ഈ കണ്ണിന്റെ ഭാഗത്തും പ്രത്യേകതരം ചികിത്സകൾ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെയും ഈ പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ സുദർശനൻ. 2013 ഈ SDPI പ്രവർത്തകനായിരുന്ന മുനീറിന്റെ കൊലപാതക കേസിൽ 1ഉം 2ഉം പ്രതികളാണ് സുദർശനും സഹോദരനും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ല, സ്വത്ത് തർക്കമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സുദർശനും അതോടൊപ്പം തന്നെ കുടുംബവും BJP RSS പ്രവർത്തകരാണ്. ഈ SDPI പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും 16-ാം തീയതി മുതൽ ഈ സുദർശനെ വീട്ടിൽ നിന്ന് കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതിനിടയിലാണ് ഈ കൊടുങ്ങല്ലൂരിൽ പരിക്കേറ്റ നിലയിൽ ഈ സുദർശനെ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.